ഇംഗ്ലീഷ് ഫീലിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായി ഇംഗ്ലീഷ് ഗ്രാമർ കംപ്ലീറ്റായി പഠിപ്പിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിലെ 18ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എന്താ പഠിക്കാൻ പോകുന്നത്? നെഗറ്റീവ് അല്ലേ. നമ്മൾ ഒരു സെൻറ്റൻസ് പഠിച്ചു. സെൻറ്റൻസ് എന്താ പഠിച്ചത്? ഐ പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു. ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നില്ല എന്ന് നമുക്ക് പറയണ്ടേ അല്ലേ? ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നില്ല. അപ്പം ഐ ഡോണ്ട് പ്ലേ ക്രിക്കറ്റ് എന്ന് പഠിക്കാൻ പറയണം. അപ്പോൾ അതിന് ചെറിയൊരു റൂളുണ്ട്, അത് നമുക്ക് പഠിക്കാം. അപ്പം നെഗറ്റീവ്, ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നില്ല, അങ്ങനെ പറയാൻ പഠിക്കണ്ടേ? അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ അതിന് വേണ്ടി ചെറിയൊരു ബേസിക്സ് ഉണ്ട്, അതാദ്യം നോക്കാം. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, എന്നാലും ഇപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഇത് പറയുവാണ്. ഓക്സിലറീസ് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഓക്സിലറീസ് നമ്മൾ പറഞ്ഞു ഹെൽപ്പിംഗ് വെർബാണ്. 11 ഓക്സിലറീസ് ഉണ്ട്, ഹെൽപ്പിംഗ് വെർബ്സ് അല്ലേ. 11 ഓക്സിലറീസ് ഉണ്ട്, അത് നമ്മൾ നോക്കുക 1 by 1. ആം, ഈസ്, ആർ, വാസ്, വെയർ, ഡു, ഡസ്, ഡിഡ്, പിന്നെ ഹാസ്, ഹാവ്, ആൻഡ് ഹാഡ്. ഇവിടെ നോക്കൂ, ഈ ഓക്സിലറീസിന് ഞാൻ ഇപ്പോൾ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഓക്സിലറീസിന് തൊട്ടടുത്ത് നോട്ട് വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഐ ഡു നോട്ട് പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നോക്കൂ, ഇവിടെ നോക്കൂ, ഡു വന്നു, ഡു ഉണ്ട്. അതുപോലെ ഈ വേർഡ്സ്, ഓക്സിലറി വേർഡ്സ് വന്നു കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്തായിട്ട്, അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് എന്ത് വരണം? നോട്ട് വരണം. ഇത്രയേ ഉള്ളൂ. ഇനിയൊന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ മോഡൽ ആക്സിലറീസ് ഉണ്ട് അല്ലേ. മോഡൽ ആക്സിലറീസും അങ്ങനെ തന്നെ. മോഡൽ ആക്സിലറീസോ വന്നിട്ട് അതിന് തൊട്ടടുത്ത്, ഇപ്പം ഷാൾ വന്നാൽ ഷാൾ, വില്ല് വന്നാൽ വിൽ നോട്ട്. ഐ വിൽ നോട്ട് പ്ലേ ക്രിക്കറ്റ് എന്നാണ്, ഐ ഷാൽ നോട്ട് പ്ലേ ക്രിക്കറ്റ് എന്നാൽ പറയാം. ക്ലിയർ ആണോ? അപ്പോൾ ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഓട്ട് ടു, ഇത്രയും വരുമ്പം നമുക്ക് എന്താ പറയുക, ഈ ഓക്സിലറീസ് മോഡൽ ഓക്സിലറീസിനും തൊട്ട് ചേർന്ന് നമുക്ക് എന്ത് വരും? നോട്ട് വരണം. ക്ലിയർ ആണോ? ഇനി സ്പ്ലിറ്റിംഗ് ഓഫ് വെർബ് ഉണ്ട്. അതായത് സിമ്പിൾ പ്രസൻറ്റിൽ നമ്മൾ എന്താ പഠിച്ചു? ഐ പ്ലേ ക്രിക്കറ്റ്. അതിനകത്ത് ഡു ഉണ്ടോ? ഇല്ല. ഡുവോ, ഡസോ, ഡിഡോ ഇല്ല, ഒന്നുമില്ല. ഓക്സിലറി ഒന്നും തന്നെ ഇല്ല. അപ്പം നമുക്ക് അത് പറയണ്ടേ? അത് പറയാൻ വേണ്ടി നമ്മൾ സ്പ്ലിറ്റിംഗ് ഓഫ് വെർബ് പഠിക്കണം. ഡു, ഡസ്, ഡിഡ്, അത് നിങ്ങൾ ഓർത്തോണം. ഡു, ഡസ്, ഡിഡ്. ഇത് ഡു, ഡസ്, ഡിഡ് നമ്മൾ ഒരു വെർബിനകത്ത് ഇല്ലെങ്കിലും അത് അതിനകത്തുണ്ടെന്നാണ് അർത്ഥം. നിങ്ങൾ കൺഫ്യൂസ് ആക്കണം, ഞാൻ പറഞ്ഞുതരാം. വെർബ് ഒന്നിനകത്ത് ഇപ്പം നമ്മൾ ഒരു പ്ലേ എന്നുള്ള വാക്ക് പറഞ്ഞു അല്ലേ. ഇപ്പം പ്ലേക്കകത്ത് ഡു അടങ്ങിയിട്ടുണ്ട്, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. V1 ആണെങ്കിൽ പ്ലേ, V1 അല്ലേ നമ്മൾ പഠിച്ചത്. V1, V2, V3, പ്ലേ, പ്ലേഡ്, പ്ലേഡ് അല്ലേ. അല്ലെങ്കിൽ ഇപ്പം മൂന്നും മാറി വരണമെങ്കിൽ റൈറ്റ്, റോട്ട്, റിട്ടൺ. V1 റൈറ്റ്, V2 റോട്ട്, V3 റിട്ടൺ. ക്ലിയർ ആണല്ലോ? അപ്പം പ്ലേക്കകത്ത് ഇപ്പം റൈറ്റ് ആണെങ്കിൽ V1 ആണ്, അതിനകത്ത് ഡു വരും എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ SOES ഫോം വരും. അതായത് നമ്മൾ തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ, സിമ്പിൾ പ്രസൻറ്റിൽ തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ നമ്മൾ വെർബിൻ്റെ SOES ചേർക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അത് ചേർക്കണം. അത് SOES ചേർന്ന് വന്ന വെർബിനകത്ത് ഡസ് ഉണ്ടെന്നർത്ഥം. അതായത് ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്ലേ, ഡസ് പ്ലസ് പ്ലേ എന്നാണ് അതിനർത്ഥം. ക്ലിയർ ആണല്ലോ? ഇനി V2 എന്താ? റൈറ്റ്, റോട്ട്, റോട്ട് അല്ലേ. V2 റോട്ട്. അപ്പം ഡിഡ് പ്ലസ് റൈറ്റ് ആണ് റോട്ട്. ക്ലിയർ ആണോ? ഡിഡ് പ്ലസ് റൈറ്റ് ആണ് റോട്ട്. അപ്പോൾ ഈ മൂന്നും ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. സിമ്പിൾ പ്രസൻറ്റിലും സിമ്പിൾ പാസ്റ്റിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇത് അറിഞ്ഞാലേ നമുക്ക് എഴുതാൻ പറ്റൂ. ഞാൻ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഐ പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞു, എന്നിട്ട് ഐ നോട്ട് പ്ലേ ക്രിക്കറ്റ് എന്നാൽ ഐ ഡു നോട്ട് പ്ലേ ക്രിക്കറ്റ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അത് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി. അത് രണ്ട് വാക്കുകൾ കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. നോക്കൂ, റൈറ്റ്, ഡു പ്ലസ് റൈറ്റ് ആണ് റൈറ്റ്. ഇവിടെ നോക്കുക, ആ റെഡ് കളർ കൊടുത്തേക്കുന്നത് റൈറ്റേ വരും. ഡു കഴിഞ്ഞിട്ട് വെർബ് ഒന്നേ വരത്തുള്ളൂ, ഡസ് കഴിഞ്ഞാലും വെർബ് ഒന്നേ വരത്തുള്ളൂ. ഇത് നോക്കൂ, റൈറ്റ്സ്, SOES ഫോമാണ്. ഡസ് പ്ലസ് റൈറ്റ് എന്നാണ്, റൈറ്റ്സ് എന്നല്ല എഴുതിയത്, ഡസ് പ്ലസ് റൈറ്റ് എന്നാണ്. ക്ലിയർ ആണല്ലോ? അതുപോലെ റോട്ട്, V2, ഡിഡ് പ്ലസ് റൈറ്റ് എന്നാണ്. അപ്പം ഇവിടെ റോട്ടാണെങ്കിലും എന്താണെങ്കിലും ഡുവോ, ഡസോ, ഡിഡോ കഴിഞ്ഞിട്ട് നമ്മൾ വെർബിൻ്റെ V1 എഴുതാൻ പാടുള്ളൂ. നമുക്കിത് നോട്ട് ആക്കണമെങ്കിൽ ഇതിനിടയ്ക്ക് ഒരു ഡു നോട്ട് റൈറ്റ്, ഡസ് നോട്ട് റൈറ്റ്, ഡിഡ് നോട്ട് റൈറ്റ് എന്ന് ചേർത്താൽ മതി. ക്ലിയർ ആണല്ലോ? അല്ലാതെ ഡയറക്റ്റ് നോട്ട് റൈറ്റ് എന്ന് എഴുതിയാൽ തെറ്റാണ്. ക്ലിയർ ആണല്ലോ? ഒരു സെൻറ്റൻസ് കൂടെ നോക്കാം, ഒരു വേർഡ് കൂടെ നോക്കാം. സ്റ്റഡി V1 ആണ് അല്ലേ. ഡു പ്ലസ് സ്റ്റഡി. സ്റ്റഡീസ്, ഡസ് പ്ലസ് സ്റ്റഡി. അത് നിങ്ങൾ ഓർത്തിരിക്കണം. സ്റ്റഡി, ഡസ് കഴിഞ്ഞിട്ട് സ്റ്റഡിയേ വരത്തുള്ളൂ, ഡസ് നോട്ട് കഴിഞ്ഞിട്ട് സ്റ്റഡിയേ വരത്തുള്ളൂ. സ്റ്റഡീസ്, ഡസ് പ്ലസ് സ്റ്റഡിയാണ് സ്റ്റഡീസ്. മനസ്സിലായോ? ഡു പ്ലസ് സ്റ്റഡിയാണ് സ്റ്റഡി.
ക്ലിയർ ആണല്ലോ. ഇനി ഡിഡ് പ്ലസ് സ്റ്റഡിയാണ് സ്റ്റഡീഡ്, ക്ലിയർ ആണല്ലോ. അപ്പം ഡിഡ് നോട്ട് സ്റ്റഡി എന്ന് പറയാം. ഡിഡ് നോട്ട് സ്റ്റഡീഡ് എന്ന് ഒരിക്കലും പറയരുത്, ഡിഡ് സ്റ്റഡി എന്നേ പറയാം, ക്ലിയർ ആണല്ലോ. ഇനി നമുക്കിനി സിമ്പിൾ ഓരോ ടെൻസ് വെച്ചിട്ട് നമുക്ക് നെഗറ്റീവ് ചേർക്കാൻ പഠിക്കാം. സിമ്പിൾ പ്രസൻറ്റിൽ ഐ സ്റ്റഡി ഇംഗ്ലീഷ്, ക്ലിയർ ആണോ. നമ്മളൊരു സെൻറ്റൻസ് ഇങ്ങനെയല്ലേ ഉണ്ടാക്കുക, സ്റ്റേറ്റ്മെൻറ്റ് സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് V1 പ്ലസ് ഓബ്ജക്റ്റ്. ഇവിടെ നോക്കൂ, ഐ സ്റ്റഡി ഇംഗ്ലീഷിനകത്ത് സബ്ജക്റ്റ് പ്ലസ് ഡു പ്ലസ് സ്റ്റഡി അല്ലേ, സ്റ്റഡി ഡു ഓർ ഡസ് വരും. ഇപ്പം ഹീ ആയിരുന്നു ഹീ സ്റ്റഡീസ് വന്നേനെ, അപ്പം ഹീ പ്ലസ് ഡസ് പ്ലസ് സ്റ്റഡി വരും, മനസ്സിലായോ, സ്റ്റഡീസ് വരുമ്പം, ക്ലിയർ ആണല്ലോ, പ്ലസ് ഓബ്ജക്റ്റ്. ഇനി ഐ എക്സാമ്പിൾസ് നോക്കാം. ഐ റൈറ്റ് എ നോവൽ ഓർ ഐ ഡു റൈറ്റ് എ നോവൽ എന്ന് പറയാം, ക്ലിയർ ആണല്ലോ. ഈ റൈറ്റിനെ നമുക്ക് ഡു പ്ലസ് റൈറ്റ് എന്ന് എഴുതിക്കൂടെ അല്ലേ, അപ്പം നമുക്ക് ഐ ഡു റൈറ്റ് എ നോവൽ എന്ന് എഴുതാൻ പറ്റും, ക്ലിയർ ആണല്ലോ. ഐ റൈറ്റ് എ നോവൽ ഓർ ഐ ഡു റൈറ്റ് എ നോവൽ, ക്ലിയർ ആണല്ലോ. ഇങ്ങനെ രണ്ടും നമുക്ക് എഴുതാൻ പറ്റുമെന്ന് നമുക്കറിയാം അല്ലേ. അപ്പം ഇത് രണ്ടും കറക്റ്റാണ്, ക്ലിയർ ആണല്ലോ. ഇനി ഹീ റീഡ്സ് എ നോവൽ ഓർ ഹീ ഡസ് റീഡ് എ നോവൽ. ഇവിടെ നോക്കൂ, ഡസ് കഴിഞ്ഞിട്ട് റീഡേ ഉള്ളൂ, റീഡ്സ് ഇല്ല. അപ്പോൾ ആ എസ്സിനെ നമ്മൾ ഇപ്പോഴത്തെ ഡസ് ആണ്, ഡസ് പ്ലസ് റീഡാണ് റീഡ്സ് എന്ന് നമുക്ക് മനസ്സിലായി, ക്ലിയർ ആണല്ലോ. ഇനി ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കും, നെഗറ്റീവ് എങ്ങനെ ഉണ്ടാകുന്നത് നോക്കാം. സബ്ജക്ട് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് നോട്ട് പ്ലസ് V1 പ്ലസ് ഓബ്ജക്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഡുവോ ഡസ്സോ ഡിഡോ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആം ഈസ് ആർ വാസ് വെയർ ഷാൽ വിൽ ഇതിൽ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന് തൊട്ട് ചേർന്നേ നോട്ട് വരത്തുള്ളൂ. ഇവിടെ നോക്കൂ, ഡുവോ വേറെ ഒരു ചേഞ്ചും ഇല്ല, സബ്ജക്റ്റ് പ്ലസ് ഡുവോ ഡസ് സെയിമാണ് പ്ലസ് നോട്ട് അല്ലേ, മുകളിൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നോട്ട് വരത്തില്ല, ക്ലിയർ ആണല്ലോ. അപ്പം V1 പ്ലസ് ഓബ്ജക്റ്റ് ആണ്. ഇനി നോക്കൂ, ഐ ഡു നോട്ട് റൈറ്റ് എ നോവൽ. അപ്പം ഇത് നമുക്ക് ഐ റൈറ്റ് എ നോവൽ എന്ന് തന്നാൽ നമുക്ക് എഴുതാൻ പറ്റാം, സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഡു നോട്ട് റൈറ്റ് എഴുതാൻ പറ്റുള്ളൂ, ക്ലിയർ ആണല്ലോ. ഐ ഡു നോട്ട് റൈറ്റ് എ നോവൽ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് എന്താ നെഗറ്റീവ് സെൻറ്റൻസ് കണ്ടുപിടിക്കാനും പറ്റണം, നെഗറ്റീവ് അല്ല, ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കാൻ, പിന്നെ നമുക്ക് പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസ് പഠിക്കാൻ ഈ നെഗറ്റീവ് സെൻറ്റൻസ് ഒക്കെ പഠിച്ചിരിക്കണം, ക്ലിയർ ആണല്ലോ. ഇനി ഹീ ഡസ് നോട്ട് റീഡ് എ നോവൽ. നോക്കൂ, ഹീ ഡസ് റീഡ് എ നോവൽ എന്ന് പറഞ്ഞാൽ അവൻ നോവൽ വായിക്കുന്നു. ഇവിടെ ഹീ ഡസ് നോട്ട് റീഡ് എ നോവൽ എന്ന് പറഞ്ഞാൽ അവൻ നോവൽ വായിക്കുന്നില്ല, ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ക്ലിയർ ആണല്ലോ. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസിൽ എന്താ, ഐ ആം സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. അതിൻ്റെ റൂൾ എന്താ, സ്റ്റേറ്റ്മെൻറ്റിനകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റാണിത്, സബ്ജക്ട് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് വെർ പ്ലസ് ING പ്ലസ് ഓബ്ജക്റ്റ്. എക്സാമ്പിൾസ് നോക്കൂ, ഐ ആം റൈറ്റിംഗ് എ നോവൽ, ഹീ ഈസ് റീഡിങ് എ നോവൽ. ഇതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ, ഹീയുടെ കൂടെ ഈസ് വരും, യു ആണെങ്കിൽ യു ആർ റീഡിങ് എ നോവൽ എന്ന് വരും, യു ആർ റൈറ്റിംഗ് എ നോവൽ എന്ന് കിടപ്പുണ്ട്, ക്ലിയർ ആണല്ലോ. ഇനി നെഗറ്റീവിനകത്ത് സബ്ജക്ട് പ്ലസ് ആം ഈസ് ആർ പ്ലസ് നോട്ട്, കണ്ടോ, ആമോ ഈസോ ആർ കഴിഞ്ഞിട്ട് നോട്ട് വരും, ക്ലിയർ ആണോ. ഇത്രയേ ഉള്ളൂ, ഇതിനകത്ത് വലിയ സംഭവമൊന്നുമില്ല. ഐ ആം നോട്ട് റൈറ്റിംഗ് എ നോവൽ, ക്ലിയർ ആണോ. ഇനി ഹീ ഈസ് നോട്ട് റീഡിങ് എ നോവൽ, ക്ലിയർ ആണല്ലോ. യു ആർ നോട്ട് റൈറ്റിംഗ് എ നോവൽ, ക്ലിയർ ആണല്ലോ. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് ഐ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് ആണ്. സ്റ്റേറ്റ്മെൻറ്റിനകത്ത് എന്താ വരിക, അതായത് സെയിം സെൻറ്റൻസ്, അതായത് നെഗറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പോസിറ്റീവ്, സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് ഓബ്ജക്റ്റ്. ഹാസ് കഴിഞ്ഞിട്ട് എന്ത് വരണം, V3 വരണം. നമ്മളെന്താ പഠിച്ചിട്ടുള്ളത്, അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഐ ഹാവ് റിട്ടൺ എ നോവൽ, ഹി ഹാസ് റീഡ് എ നോവൽ. ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ നോട്ട് ചേർക്കണമെങ്കിൽ എവിടെ ചേർക്കണം, നമുക്കറിയാമല്ലേ, ഓക്സിലറി അല്ലേ, മോഡൽ ഓക്സിലറി കഴിഞ്ഞിട്ട്. അപ്പോൾ ഹാവ് കഴിഞ്ഞിട്ട് നോട്ട് ചേർക്കാം, ഹാസ് കഴിഞ്ഞിട്ടും നോട്ട് ചേർക്കാം. നോക്കൂ, സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് നോട്ട് പ്ലസ് V3 പ്ലസ് ഓബ്ജക്റ്റ്, ക്ലിയർ ആണല്ലോ. ഐ ഹാവ് നോട്ട് റിട്ടൺ എ നോവൽ, ഹി ഹാസ് നോട്ട് റീഡ് എ നോവൽ, ക്ലിയർ ആണല്ലോ. കണ്ടോ, ഹാവോ ഹാസോ കഴിഞ്ഞിട്ട് വേറൊന്നുമില്ല, ഓക്സിലറിയും മോഡൽ ഓക്സിലറിയും കഴിഞ്ഞിട്ട് നോട്ട് വരണം, നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാം, വേറെ ഒരു ചേഞ്ചസും ഇല്ല. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനകത്ത് ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. നോക്കൂ, ഇതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് എന്താ, അല്ലെങ്കിൽ പോസിറ്റീവ്, സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഓബ്ജക്റ്റ് എന്ന് നമുക്കറിയാവുന്നതാണ്. ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എ നോവൽ, ഹി ഹാസ് ബീൻ റീഡിങ് എ നോവൽ. നോക്കൂ, നെഗറ്റീവിൽ സബ്ജക്ട് പ്ലസ് എന്താ, ഹാവ് കഴിഞ്ഞിട്ട് മോഡൽ ഓക്സിലറി കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചില്ലേ, ആ ഓക്സിലറിയോ മോഡൽ ഓക്സിലറിയോ കഴിഞ്ഞിട്ടേ നോട്ട് വരും, കഴിഞ്ഞ് ഫസ്റ്റ് മോഡൽ ഓക്സിലറി കഴിഞ്ഞ് തൊട്ടടുത്ത് വരും, ക്ലിയർ ആണല്ലോ. അപ്പം ഹാസ് നോട്ട് അല്ലേ, ഐ ഹാവ് നോട്ട് ബീൻ റൈറ്റിംഗ് എ നോവൽ, ഹി ഹാസ് നോട്ട് ബീൻ റീഡിങ് എ നോവൽ, ക്ലിയർ ആണല്ലോ. ഇനി സിമ്പിൾ പാസ്റ്റ് എന്താ, ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ്, ഇത് നോക്കൂ, ഇവിടെ ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റായി.
നമുക്കിതിനെ സബ്ജക്റ്റ് പ്ലസ് ഡിഡ് പ്ലസ് V1 പ്ലസ് ഓബ്ജക്റ്റ് എന്ന് എഴുതിക്കൂടെ? ഡിഡ് പ്ലസ് സ്റ്റഡി എന്ന് എഴുതാമല്ലോ, അല്ലേ? ഡിഡ് പ്ലസ് സ്റ്റഡി. ഐ റോട്ട് എ നോവൽ അല്ലെങ്കിൽ ഐ ഡിഡ് റൈറ്റ് എ നോവൽ എന്ന് നമുക്ക് പറയാം. അതുപോലെ ഹി റീഡ് എ നോവൽ അല്ലെങ്കിൽ ഹി ഡിഡ് റീഡ് എ നോവൽ എന്ന് പറയാം. രണ്ടും കറക്റ്റാണ്. അപ്പം പക്ഷേ രണ്ടും വരുമ്പോൾ ഡിഡ് കഴിഞ്ഞിട്ട് റോട്ടോ റീഡോ സെക്കൻഡ് റീഡോ എഴുതരുത്. റീഡ് എല്ലാം സെയിം ആണ്, റീഡേ വരത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇനി നെഗറ്റീവിൽ സബ്ജക്റ്റ് പ്ലസ് ഡിഡ് പ്ലസ് നോട്ട് പ്ലസ് V1 പ്ലസ് ഓബ്ജക്റ്റ്. ക്ലിയർ ആണല്ലോ? ഡിഡ് കഴിഞ്ഞിട്ട് നോട്ട് വരും. ഇതിനും സിമ്പിൾ പ്രസൻറ്റിലും സിമ്പിൾ പാസ്റ്റിലും മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനകത്ത് റോട്ടിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ അറിയണം. സിമ്പിൾ പ്രസൻറ്റിലാണെങ്കിൽ വെർബ് വണ്ണിനെയും V1നെയും SOES ഫോമിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ നമുക്കറിയണം. എന്നാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഹി ഡിഡ് നോട്ട് റീഡ് എ നോവൽ. ക്ലിയർ ആണല്ലോ? ഇനി പാസ്റ്റ് കണ്ടിന്യൂസ്. ഐ വാസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. സ്റ്റേറ്റ്മെൻറ്റ് എന്താ? സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർ പ്ലസ് ING പ്ലസ് ഓബ്ജക്റ്റ്. ഐ വാസ് റൈറ്റിംഗ് എ നോവൽ. യു വെർ റീഡിങ് എ നോവൽ. നോക്കൂ, ഇവിടെ എന്ത് വരും? വാസും വെയറും കഴിഞ്ഞിട്ട് നോട്ട് കൊടുക്കണം. അത്രയല്ലേ വരുള്ളൂ. സബ്ജക്റ്റ് വാസ് ഓർ വെയർ പ്ലസ് നോട്ട് പ്ലസ് വെർ പ്ലസ് ING പ്ലസ് ഓബ്ജക്റ്റ്. ക്ലിയർ ആണല്ലോ? ഐ വാസ് നോട്ട് റൈറ്റിംഗ് എ നോവൽ. യു വെർ നോട്ട് റീഡിങ് എ നോവൽ. കണ്ടോ? വെയർ കഴിഞ്ഞിട്ട് നോട്ട്. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി പാസ്റ്റ് പെർഫെക്റ്റ്. ഐ ഹാഡ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. സ്റ്റേറ്റ്മെൻറ്റ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് ഓബ്ജക്റ്റ്. പെർഫെക്റ്റിനകത്ത് നമ്മൾ V3 വരുമെന്ന് നമുക്കറിയാം. അപ്പം V3 ആണ്. V3 ഹാസ്, ഹാവ്, ഹാഡ് ഇത് മൂന്നും കഴിഞ്ഞിട്ട് V3 വരും. അത് ഓർത്തിരുന്നോണം. ഐ ഹാഡ് റിട്ടൺ എ നോവൽ. ഐ ഹാഡ് റിട്ടൺ എ നോവൽ. നോക്കൂ, ഞാനിത് സ്പീഡായിട്ട് പറയാൻ നമ്മൾ ടെൻസ് വളരെ വൃത്തിക്ക് പഠിച്ചിട്ടുണ്ട്, ഇത് റൂൾസൊക്കെ. അതുകൊണ്ടാണ്. അത് പാർട്ട് 3 എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്. ടെൻസ് അറിയത്തില്ല, ഇത് മനസ്സിലാകുന്നില്ല എന്നുള്ളവർ അതൊന്ന് കാണുക. മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് കാണേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട. ക്ലിയർ ആണല്ലോ? ഐ ഹാഡ് റിട്ടൺ എ നോവൽ. ഹി ഹാഡ് റീഡ് എ നോവൽ. ക്ലിയർ ആണല്ലോ? ഇവിടെ നോക്കൂ, നെഗറ്റീവിൽ എന്താ? ഹാഡ് കഴിഞ്ഞിട്ട് നോട്ട് എടുക്കാം. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് നോട്ട് പ്ലസ് V3 പ്ലസ് ഓബ്ജക്റ്റ്. വേറെ ചേഞ്ചസ് ഉണ്ടോ? ഇല്ല. ഐ ഹാഡ് നോട്ട് റിട്ടൺ എ നോവൽ. ഹി ഹാഡ് നോട്ട് റീഡ് എ നോവൽ. ക്ലിയർ ആണല്ലോ? ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഐ ഹാഡ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. അത് സെൻറ്റൻസ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ്. അത് നോക്കൂ, സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർ പ്ലസ് ING പ്ലസ് ഓബ്ജക്റ്റ്. റൂള്. ഐ ഹാഡ് ബീൻ റൈറ്റിംഗ് എ നോവൽ. ഹി ഹാഡ് ബീൻ റീഡിങ് എ നോവൽ. ഇവിടെ എന്താ? ഇവിടെ നമ്മളെന്താ? ഹാഡ് കഴിഞ്ഞിട്ട് എന്താ? നമ്മൾ ആ ഓക്സിലറി മോഡൽ ഓക്സിലറി മാത്രം നോക്കിയാൽ പോരെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോട്ട് ചേർക്കണം. അപ്പം സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് നോട്ട് പ്ലസ് ബീൻ പ്ലസ് വെർ പ്ലസ് ING പ്ലസ് ഓബ്ജക്റ്റ്. ഐ ഹാഡ് നോട്ട് ബീൻ റൈറ്റിംഗ് എ നോവൽ. ഹി ഹാഡ് നോട്ട് ബീൻ റീഡിങ് എ നോവൽ. ക്ലിയർ ആണല്ലോ? ഇനി സിമ്പിൾ ഫ്യൂച്ചർ. ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ്. സ്റ്റേറ്റ്മെൻറ്റ് എന്താ? പോസിറ്റീവ് സെൻറ്റൻസ് എന്താ? സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് വെർബ് പ്ലസ് ഓബ്ജക്റ്റ്. ക്ലിയർ ആണല്ലോ? ഐ വിൽ റൈറ്റ് എ നോവൽ. ഹി വിൽ റീഡ് എ നോവൽ. ക്ലിയർ ആണല്ലോ? ഇനി നെഗറ്റീവ്. സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് നോട്ട് പ്ലസ് വെർബ് പ്ലസ് ഓബ്ജക്റ്റ്. ഐ വിൽ നോട്ട് റൈറ്റ് എ നോവൽ. ഹി വിൽ നോട്ട് റീഡ് എ നോവൽ. വില്ല് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? വില്ല് കഴിഞ്ഞിട്ട് നമ്മൾ നോട്ട് ചേർത്തു. മോഡൽ ഓക്സിലറി അല്ലേ? വില്ല് കഴിഞ്ഞിട്ട് നമ്മൾ നോട്ട് ചേർക്കുക. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. പിന്നെ ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഐ വിൽ ബി സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. സ്റ്റേറ്റ്മെൻറ്റ് സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ബി പ്ലസ് വെർ പ്ലസ് ING പ്ലസ് ഓബ്ജക്റ്റ്. കണ്ടിന്യൂസ് ആകുമ്പോൾ നമുക്കറിയാം ING ഫോം വരുമെന്ന് അല്ലേ? ഐ വിൽ ബി റൈറ്റിംഗ് എ നോവൽ. ഹി വിൽ ബി റീഡിങ് എ നോവൽ. നെഗറ്റീവ്. സബ്ജക്റ്റ് പ്ലസ് വിൽ. ഇവിടെ എന്താ? വില്ല് കഴിഞ്ഞിട്ട് നമ്മൾ നോട്ട് കൊടുക്കുക. നമ്മൾ എപ്പോഴും ഇത് ഓർക്കുക, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഓക്സിലറി അല്ലെങ്കിൽ മോഡൽ ഓക്സിലറി കഴിഞ്ഞിട്ട് നോട്ട് കൊടുക്കുക. ക്ലിയർ ആണല്ലോ? ഇനി വിൽ നോട്ട് പ്ലസ് ബി പ്ലസ് വെർ പ്ലസ് ING പ്ലസ് ഓബ്ജക്റ്റ്. ഐ വിൽ നോട്ട് ബി റൈറ്റിംഗ് എ നോവൽ. ഹി വിൽ നോട്ട് ബി റീഡിങ് എ നോവൽ. ക്ലിയർ ആണോ? ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഐ വിൽ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഇവിടെ നോക്കൂ, ഇവിടെ ചെറിയൊരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട് അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ് ഓബ്ജക്റ്റ്. ഇവിടെ നോക്കൂ, ഐ വിൽ ഹാവ് റിട്ടൺ എ നോവൽ. ഇവിടെ വില്ലും ഉണ്ട് ഹാവും ഉണ്ട്. അപ്പം ആക്സിലറി ഉണ്ട്, മോഡൽ ആക്സിലറി ഉണ്ട്. അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ആക്സിലറിയോ മോഡൽ ആക്സിലറിയോ കഴിഞ്ഞിട്ട് നോട്ട് കൊടുക്കും. മനസ്സിലായോ? ഇപ്പം യു വിൽ ഹാവ് റീഡ് എ നോവൽ. ഇവിടെ അപ്പം നമ്മൾ എവിടെ കൊടുക്കണം? വില്ല് കഴിഞ്ഞിട്ട് കൊടുക്കുമോ ഹാവ് കഴിഞ്ഞിട്ട് കൊടുക്കുമോ? ആദ്യത്തത് വില്ലല്ലേ? അപ്പോൾ വില്ല് കഴിഞ്ഞിട്ട് നമുക്ക് നോട്ട് കൊടുക്കാം. നെഗറ്റീവ് എങ്ങനെയാണ് വരിക? സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് നോട്ട് പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ് ഓബ്ജക്റ്റ്. ഇവിടെ നോക്കൂ, ഐ വിൽ നോട്ട് ഉണ്ടോ? ഐ വിൽ നോട്ട് ഹാവ് റിട്ടൺ എ നോവൽ. കൺഫ്യൂസ് ആവേണ്ട. ആദ്യത്തെ ഓക്സിലറി അല്ലെങ്കിൽ മോഡൽ ഓക്സിലറി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കൊടുക്കും? നോട്ട് കൊടുക്കും. ഇനി യു വിൽ നോട്ട് ഹാവ് റീഡ് എ നോവൽ. ക്ലിയർ ആണല്ലോ? ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഐ വിൽ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. നോക്കൂ, സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർ പ്ലസ് ING പ്ലസ് ഓബ്ജക്റ്റ്. ഐ വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എ നോവൽ.
ഐ വിൽ ഹാവ് ബീൻ റീഡിങ് എ നോവൽ. നോക്കൂ, ഇവിടെ എന്താ? നെഗറ്റീവ് സെൻറ്റൻസ് സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് നോട്ട് പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing പ്ലസ് ഓബ്ജക്റ്റ്. ക്ലിയർ ആണല്ലോ? ഇനി ഐ വിൽ നോട്ട് ഹാവ് ബീൻ റൈറ്റിംഗ് എ നോവൽ. ഹി വിൽ നോട്ട് ഹാവ് ബീൻ റീഡിങ് എ നോവൽ. ഇവിടെ നമുക്ക് വില്ല് കഴിഞ്ഞിട്ട് നമ്മൾ നോട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ആ ടേബിൾ നിങ്ങൾ ശരിക്കും നോക്കുക. ഇത് തന്നെയാണ്, ഇതിനെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ആ ടേബിൾ നിങ്ങൾ ശരിക്കും നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്.